ഹലോ, ഇതാ വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. നമ്മൾ ഡെയിലി ഉണ്ടല്ലോ ഓരോരുത്തരോടും പറഞ്ഞാൽ ഇതനുസരിച്ചിട്ട് കറക്റ്റ് ദിവസം പ്ലാന്റുകൾ അയക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത് കേട്ടോ. കാരണം ഒരു നമ്പർ അങ്ങാടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ഒരുപാട് പേർക്ക് ഓർഡേഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് അയക്കുന്നതിൻ്റെ ഇടയിൽ പലവരും പേയ്മെൻറ്റൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടും അയച്ചിട്ടുണ്ടോ എന്നുള്ള അപ്ഡേഷൻസ് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ പലവരും അഡ്രസ്സ് ഇട്ട് വെക്കാറില്ല കേട്ടോ. അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ദിവസത്തിൽ ഇപ്പോൾ നമുക്കൊരു 40 എണ്ണോ 20 എണ്ണോ ഒക്കെ പൊതിയുണ്ടെങ്കിൽ മിനിമം ഒരു 5 6 7 പേരെയൊക്കെ വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ചിലപ്പോൾ അഡ്രസ്സ് കംപ്ലീറ്റ് ഉണ്ടാവില്ല, അഡ്രസ്സിൽ പിൻകോഡ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഫോൺ നമ്പർ ഏതാ വെക്കേണ്ടതെന്ന് നമുക്കറിയത്തില്ല. കാരണം നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കണം വെക്കേണ്ടത്, അത് വെച്ചിട്ടുണ്ടാവില്ല. പിന്നെ അഡ്രസ്സിൽ ഏറ്റവും സങ്കടം തോന്നുന്നത് വെച്ചാൽ അഡ്രസ്സ് വളരെ സെൻറ്റൻസ് ആയിട്ട് ഇട്ട് വെക്കും. ഒരു കുത്തോ കോമയോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് സ്ഥലം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ POയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടിടാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അഡ്രസ്സ് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ടാണ് ഒരു ഫോട്ടോ ഇട്ട് തന്നാൽ കൂടി നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള ഓർഡേഴ്സുകൾ വരുമ്പോൾ ദയവ് ചെയ്ത് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അഡ്രസ്സ് ഇടാതെ അതുപോലെ പ്ലാന്റുകൾ അയച്ചോ എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അഡ്രസ്സ് ഇട്ടാലോ നിങ്ങളുടെ അഡ്രസ്സിൽ കിട്ടിയാൽ മാത്രമാണ് എനിക്കത് അയച്ചു തരാൻ പറ്റത്തുള്ളൂ. ലോജിക്കലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും അത്യാവശ്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.